നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കേശൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു വെള്ളരിക്ക മോരുകറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അരപ്പിന് വേണ്ടി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, 2 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നമ്മുടെ വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരപ്പ് നന്നായിട്ട് തിളച്ച് അരപ്പ് വേകണം കേട്ടോ. അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടി കടുക് വറക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് അടച്ച് ഇതുപോലെ തന്നെ വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.